ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു എ-ലൈൻ പാച്ച് വർക്ക് കുർത്തിയാണ് കേട്ടോ ചെയ്യുന്നത്. മെയിൻ ക്ലോത്ത് പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ 2.5 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുണി ഒരു 1/2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അത് പ്ലെയിൻ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ലൈനിങ്ങിന് വേണ്ടിയിട്ട് 2 മീറ്ററിൻ്റെ ക്രേപ്പിൻ്റെ മെറ്റീരിയലും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് കട്ടിങ് സ്റ്റിച്ചിങ് ഒന്നും കാണിക്കുന്നില്ല. എ-ലൈൻ മോഡലിലാണ് ടോപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമേ തന്നെ ഫ്രണ്ട് പീസിൻ്റെ മെയിൻ ക്ലോത്ത് ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ വീതിയുടെ ഭാഗത്തായിട്ട് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. സാധാരണയായിട്ട് എനിക്ക് നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വരെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതിനുള്ളിലായിട്ടാണ് നമുക്ക് ഈ ഒരു പാച്ചിൻ്റെ ഭാഗം വരുന്നത്. കുറച്ചുകൂടി വിഡ്ത്ത് വേണമെങ്കിൽ അതനുസരിച്ചിട്ട് മുകളിൽ 1 ഇഞ്ച് വരെ നമുക്ക് കൂടുതലായിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് എടുക്കുന്നുള്ളൂ. ഇത് ക്യാൻവാസ് ഉപയോഗിക്കാതെയാണ് ഈ ഒരു ഭാഗം പാച്ച് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു 1/4 ഇഞ്ച് കൂടുതലായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ആ ഒരു ഭാഗത്തെ, അതായത് പാച്ചിൻ്റെ ലെങ്ത് ഞാൻ എടുക്കുന്നത് 12.5 ഇഞ്ചാണ്. എനിക്ക് ആ ഒരു ലെങ്ത് കണക്കാണ്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഒരു 13-14 ഇഞ്ച് വരെയൊക്കെ എടുക്കാമേ. ഇനി നമുക്ക് ആ ഒരു 12.5 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ പകുതി ഇതേപോലെ ഒന്ന് ടേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലെങ്ത് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതിയാണ് കേട്ടോ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് ഞാൻ ഇതേപോലെ ഒരു 5 ഇഞ്ച് വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ഭാഗം നമുക്ക് ക്യാൻവാസിൽ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ക്യാൻവാസ് നമുക്ക് ഒത്തിരി വേസ്റ്റ് ആയി പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തുണിയിൽ തന്നെ ഡയറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്ന അളവുകൾ തന്നെ കിട്ടും. ഇതിപ്പോൾ നമ്മൾ തുണിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണതുകൊണ്ട് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് ഒരു 1/4 ഇഞ്ചും കൂടെ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുവാണേ, കണ്ടോ. ഇനി നമുക്കിത് ലൈനിങ്ങുമായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലൈനിങ് തുണി ഇതേപോലെ കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കാം, കണ്ടോ. അപ്പോൾ ഞാൻ ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തൊന്ന് 2 സൈഡിലേക്കും 3.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ. നമ്മൾ ആ ഒരു പാച്ചിൻ്റെ വിട്ട് 3.5 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അത് കറക്റ്റായിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ഇതേപോലെ ലൈനിങ് ക്ലോത്തിൽ ഇപ്പം നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, ആ ഒരു പോയിന്റിൽ കറക്റ്റായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം, കണ്ടോ. എന്നിട്ട് നമുക്കൊന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു പാച്ചിൻ്റെ ഭാഗം ഉണ്ടല്ലോ, കറക്റ്റ് അതേ ഷേപ്പിൽ തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് പിൻ ഊത്തി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ വൃത്തികേടായിരിക്കും. അതെ, ഈ ഒരു ഷേപ്പിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടും പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കുറച്ച് സ്പീഡിൽ കാണിക്കുന്നതാണ് ഈ ഒരു സ്റ്റിച്ചിങ് വരുന്ന ഭാഗമൊക്കെ. അപ്പോൾ വളരെ പതുക്കെ തന്നെ ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു ഷേപ്പ് തന്നെ നമ്മളിവിടെയും സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കിട്ടണേ. അപ്പോൾ ഇതേ കണ്ടല്ലോ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന ആ ഒരു ലൈനിങ് ക്ലോത്തൊക്കെ ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ നെക്കിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും ആ ഒരു കർവി ഷേപ്പിൻ്റെ ഭാഗത്തെല്ലാം കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നല്ല വശം ഇതേപോലെ നിവർത്തി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് പതിച്ചടിച്ചെടുക്കുന്നില്ല, പകരം ആ ഒരു ലൈനിങ് ക്ലോത്ത് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് പാച്ച് വയ്ക്കുമ്പോഴത്തേക്കും പതിച്ചടിച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 2 സ്റ്റിച്ച് കാണും, അത് വൃത്തികേടാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഈ ഒരു ലൈനിങ് തുണി ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ അതങ്ങനെ അങ്ങ് ഇരുന്നോളും, സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി പാച്ചിന് വേണ്ടിയിട്ടുള്ള തുണി ഇതേപോലെ ഒരു 14 ഇഞ്ച് നീളവും 13 ഇഞ്ച് വീതിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലൈനിങ് ക്ലോത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തുണിയുടെ നല്ല വശം ലൈനിങ് ക്ലോത്തുമായിട്ട് ചേർത്ത് വെച്ചിട്ട് കുറച്ച് ഭാഗത്ത് മാത്രം ഓപ്പണിങ് കൊടുത്തിട്ട് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം, കണ്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഗ്യാപ്പ് ഇട്ട ഭാഗത്തൂടെ നമുക്ക് നല്ല വശം ഇതേപോലെ പുറമേക്ക് വലിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടെ, അതായത് നമ്മൾ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഭാഗം ഒന്ന് ക്ലോസ്ഡ് ആക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഇനി ഈ ഒരു തുണിയിൽ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് 2 സൈഡിൽ നിന്നും 3.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ഈ ഒരു 3.5 ഇഞ്ചിൻ്റെ ഭാഗത്തായിട്ട് വേണം നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ ആ ഒരു ഭാഗം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതും ഞാൻ ഇതേപോലെ തന്നെ മെയിൻ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് പിന്നൂത്തി സെക്യൂർ ചെയ്തെടുക്കുവാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു സൈഡ് കയറിയും ഇറങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ നേരത്തെ തന്നെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഈ ഒരു പാച്ച് വെച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ട് സൈഡിൽ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ നേരത്തെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും ആയിട്ട് ജോയിൻ ചെയ്തെടുത്തപ്പോൾ പതിച്ചടിച്ചെടുക്കാത്തത് കേട്ടോ.
അപ്പോൾ പാച്ചിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നെക്ക് ഞാനിവിടെ ക്യാൻവാസിലാണ് കേട്ടോ ചെയ്യുന്നത്. നെക്കിൻ്റെ വീതി 3 ഇഞ്ചും നീളം 5 ഇഞ്ചും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബോക്സ് ആക്കി വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു യു നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നെക്കിൻ്റെ ഭാഗം നിങ്ങൾ 4 ഇഞ്ചാണ് വിട്ട് എടുക്കുന്നതെങ്കിൽ പാച്ച് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരു 1/2 ഇഞ്ച് കൂടുതലായിട്ട് എടുത്തിട്ട് 4.5 ഇഞ്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ഒരു സൈഡിൽ അത്ര കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഫൈനലായിട്ടുള്ള ഒരു ലുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ ക്യാൻവാസ് ഇതേപോലെ ഇങ്ങനെ തുണിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നല്ല വശത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ക്യാൻവാസിൻ്റെ അരികത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ആ ഒരു ഫ്രണ്ട് നെക്കും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് ബാക്കി ബാക്ക് നെക്കും അതുപോലെ തന്നെ എലൈൻ ടോപ്പിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ഒന്നും കാണിച്ചിട്ടില്ല. ഡീറ്റെയിൽ ആയിട്ട് തന്നെ മുന്നത്തെ വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ പാച്ച് വർക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇനി ആ ഒരു നെക്കിൻ്റെ ഭാഗത്തായിട്ട് എക്സ്ട്രാ വരുന്ന തുണി ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇട്ടിട്ട് ഇത് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിലിട്ട് മറിച്ചിട്ട് പതിച്ചടിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ട് ഫൈനലായിട്ടുള്ളൊരു ലുക്ക് ഇതാണ്. പാച്ചിൻ്റെ ഭാഗം നമ്മൾ പ്ലെയിൻ മെറ്റീരിയലിൽ ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തായിട്ട് കുറച്ചൊന്ന് സ്റ്റോൺസ് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഭാഗത്ത് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് വർക്കും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.